ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് ചോറിനകത്ത് മുട്ട പൊട്ടിച്ചൊഴിച്ച് നമുക്ക് അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ? എന്നാൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓളെ തന്നെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോഴിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് ഒരു 1.5 കപ്പോളം ബസ്മതി അരി എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഒന്ന് വേവിച്ചെടുത്താണ്, ഉപ്പിട്ട് വേവിച്ചതാണ്. അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ടേ. ഈ മുട്ടയൊക്കെ ഉണ്ടല്ലോ, എടുക്കുന്ന ആ റൈസിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരല്പം കൂടുതൽ റൈസ് എടുത്തുകൊണ്ട് 3 മുട്ട ചേർത്തേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഒരുപാടങ്ങ് ബലം കൊടുക്കാത്ത രീതിയിൽ ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും മുട്ട എത്തുന്ന രീതിയിൽ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പൊ ദാണ്ട ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോഴ് ഇതുവരെയൊക്കെ ഒന്ന് ഞാനൊന്ന് മിക്സ് ആക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് നേരെ അടുപ്പത്തേക്കൊന്ന് മാറ്റാം കേട്ടോ. അപ്പോഴിത് ഞാൻ പുറത്ത് വെച്ചിട്ടാണ് ഇത് മിക്സ് ആക്കിയത്. ഇനി നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. ഇനി ഇത് നല്ലപോലെ ഫ്ലെയിം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി ആ മുട്ടയൊക്കെ നന്നായിട്ടൊന്നങ്ങ് വേവുന്ന വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഒരു 1-2-3 മിനിറ്റ് ആവട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാന്. അതുവരെ ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തോന്നുന്നത് നന്നായിട്ടങ്ങ് കുഴഞ്ഞു പോയല്ലോ എന്ന് തോന്നും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇതൊന്ന് തണുത്ത് നമ്മളിതെല്ലാം ഒന്ന് ഉണ്ടാക്കി ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും ഇത് റെഡി ആവും കേട്ടോ. അപ്പോൾ അതാണ്ട് മുട്ടയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഈ പരുവം വരെയൊക്കെ ഒന്ന് മുട്ടയൊക്കെ ഒന്ന് വെന്ത് വന്നാൽ മതിയാവും. ഇനി നമുക്ക് ഇത് മാറ്റി അങ്ങോട്ട് വെക്കാം. ഇനി നമുക്ക് ബാക്കി കുറച്ച് പ്രിപ്പറേഷൻസും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്യാം. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കാം. ഇനി അത്യാവശ്യം വലിയൊരു കടായി തന്നെ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്ത് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കുവേ ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് ബീൻസ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കവും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേ ഞാൻ ഇത്രയും വെജിറ്റബിൾസ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. ഇതിനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിനൊന്നും അധികം വേവില്ലാത്ത വെജിറ്റബിൾസ് ആണല്ലോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുത്തിട്ടേ ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസിന് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതിയാവും. ചോറിന് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. ഇനി പോരാത്ത ഉപ്പുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവുന്നേ ഉള്ളൂ. ഇനി ഒരു 2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് മാത്രം ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി മാത്രമാണ്. 1 മിനിറ്റ് ധാരാളം മതിയാവും. അപ്പോൾ അതാണ്ട് ഇപ്പോൾ 1 മിനിറ്റ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് ഒന്നങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. അതാണ്ട് ഈ പരുവം വരെയൊക്കെ ഒന്ന് വെന്ത് വന്നാൽ മതിയാവും. ഇപ്പം എല്ലാം ഒന്ന് അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സോയ സോസ് ഒന്നും കയ്യിലില്ലെങ്കിൽ ഇതില്ലാതെ ഉണ്ടാക്കാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇത് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ റൈസ് ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. ഇനി റൈസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് പോരാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ അതാണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോഴും ഒരു അല്പം കുഴഞ്ഞ ഒരു ടെക്സ്ചറോട് കൂടിയൊക്കെയാണ് ഇത് ഇരിക്കുന്നത്. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേനും ഇത് നല്ലൊരു തരിതരിപ്പോടെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവം കണ്ടിട്ട് ആരും വിഷമിക്കണ്ട, ചോറ് കുഴഞ്ഞു പോയെന്നൊന്നും പറഞ്ഞിട്ട്. കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് തണുക്കണം കേട്ടോ. ഇത് തണുക്കുമ്പോഴേക്കും ഇത് നല്ല സെറ്റാവും. അപ്പോൾ ഞാൻ നിങ്ങളെ തണുത്തിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു ഇതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ദാണ്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
കണ്ടോ നമ്മുടെ റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല തരിതരിയായിട്ട് വിട്ട് വിട്ട് നല്ലപോലെ റൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഈ മുട്ട ഇങ്ങനെ ചേർത്തിട്ട് ഇങ്ങനെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴേക്കും നല്ലൊരു രുചിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ.